ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അതും അടപ്പത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് കറുവപ്പട്ട, കുറച്ച് ബേ ലീവ്സ്, 3 ഗ്രാമ്പു, ഒരു 1/4 സ്പൂൺ പെരുംജീരകം, 1/4 സ്പൂൺ കുരുമുളക്, 2 ഏലക്ക. ഇത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇടുവാണേ. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഫ്ലേവറും ആ വെള്ളത്തിലുണ്ടാവും. ഇനി അതിലേക്ക് നമുക്കിതാ 1 സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ കൈമരിയാണ് വേവിക്കാൻ പോണത്. അത് അരി നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയോ ഒന്നും ചെയ്യണില്ല. കാര്യം നമ്മൾ ഡയറക്റ്റ് അടപ്പത്തിട്ട് വേവിച്ചിട്ട് കോരി എടുക്കുകയാണ് ചെയ്യണത്. ഒരു വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരിയിടാം. നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകിയിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരി കുതിർത്ത് വെക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച സമയത്ത് ഡയറക്റ്റ് കഴുകി കൊണ്ടുവന്ന് പാലോട്ടിടുവാണ്. കാര്യം നമ്മൾ തിളപ്പിച്ച് ഊറ്റി കോരി എടുക്കുമല്ലേ. ചോറ് വറ്റിച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ അരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചോറ് വറ്റിച്ചെടുക്കണം. പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ എടുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. അടപ്പത്തിട്ട് ചോറ് വേവിച്ച് ഊറ്റി എടുത്തിട്ട് ചെയ്യാറുള്ളൂ. നമ്മുടെ അരി ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാവേ. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചോറ് ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് നല്ല ഫൈനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരിയിടാം. നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആദ്യം സവോള ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. അതിനാണ് ആദ്യം ഓയിൽ ഒഴിച്ചത്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ സവോള നീളത്തിലരിഞ്ഞത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കതിന് കോരി മാറ്റാൻ ഇതിൽ നിന്ന്. നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 1/4 സ്പൂൺ പെരുംജീരകം, 2 ഏലക്കായ, 3 പീസ് കറുവപ്പട്ട, 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കും. ഇതിലേക്കൊരു 3 വലിയ സവാള നീളത്തിലരിഞ്ഞത്. സവാള നല്ലപോലെ വഴന്നു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പീസ് ഇഞ്ചി, ഒരു 4-5 സ്പൂൺ വെളുത്തുള്ളി, ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുത്തിട്ട് വരാം. സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തുണ്ടെന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന പൊടികളാണ്. ഒരു 1/2 സ്പൂൺ പിരിയമുളക് പൊടി എടുത്തിട്ടുണ്ട്,
1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതാ ഒരു 2 വലിയ തക്കാളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒക്കെ മങ്ങി തുടങ്ങി. നമുക്കിനി ലൈറ്റ് ഇടാം. കാര്യം ഞാൻ മട്ടൺ കുക്കറിൽ വേവിക്കാതെ ഡയറക്റ്റ് അടപ്പത്തിട്ട് തന്നെയാണ് വേവിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം എടുക്കും. നമുക്കിനി ലൈറ്റ് ഇട്ടാലേ രക്ഷയുള്ളൂ. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ മട്ടൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ 2 വിസിൽ ഇട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഡയറക്റ്റ് ഇതിലിട്ട് മസാലയിലിട്ട് തന്നെ ഇട്ട് വേവിക്കാൻ പോവാണ്. കുക്കറിലൊന്നും വേവിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഇത്രത്തോളം മല്ലിയില, ഇനി ഇതിലേക്ക് നമുക്കിതാ 1 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ആണ്. 3/4 കിലോ അരിയാണുള്ളത്. പക്ഷേ ഞാൻ മട്ടൺ 1 കിലോ എടുത്തിട്ടുണ്ട്. ഞാൻ ആവശ്യമുള്ള ഉപ്പ്, നമുക്ക് മസാലയും ഇറച്ചിയും എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാതെ. ഇനി നമുക്ക് ഇറച്ചി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 3/4 മണിക്കൂറോളം എടുക്കും ഇറച്ചി വേവാനായിട്ട്. അതിന് ശേഷം നമുക്ക് കാണാം. നമ്മൾ മട്ടൺ വേവിക്കാൻ വെച്ചിട്ടൊരു 3/4 മണിക്കൂറായി കേട്ടോ. എന്നിട്ടുണ്ട് ഒരു 1/4 ഭാഗം കൂടെ വേകാനുണ്ട്. അപ്പോൾ ഈ ഗ്രേവി പറ്റി വരുമ്പോഴത്തേന് ആ വേവും കൂടെ കറക്റ്റാവും. ഈ ഗ്രേവി വറ്റുന്നവരെ നമുക്കൊരു 10-15 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അങ്ങനെ എന്താ നമ്മുടെ മട്ടൺ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. ഇത്രയും ഗ്രേവി ഉണ്ട്. നമ്മളിത് ബാക്കി ദം ചെയ്യാൻ നേരത്ത് വറ്റിക്കോളും ഇത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ലേ, അതിൽ ഇത്രത്തോളം സവാള അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് വേകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറോളം സമയമെടുത്ത്. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ വേഗമാകും. നമുക്ക് മസാല മാത്രം റെഡിയാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചോറിട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കശുവണ്ടി മുന്തിരിയും വറുത്തിടുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇടാം. കാര്യം ഇവിടെ ആരും കഴിക്കില്ല, എടുത്ത് കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ബിരിയാണിക്കാണേലും പായസത്തിലാണേലും കശുവണ്ടിയും മുന്തിരിയും ഇടാറില്ല. സവാള വറുത്തത് മാത്രം, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഒരു 1/4 സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വിറകെല്ലാം മാറ്റിയിട്ടുണ്ട്. ആ കനൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. താഴെ നല്ല ചൂടുണ്ട്, മുകളിൽ നമ്മൾ കുറച്ച് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് വെച്ചിരിക്കാവേ. നമ്മളിപ്പോൾ ഇത് ദം ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി കേട്ടോ. നമുക്കിത് തുറക്കാവേ. മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഇല്ല റൈസ് വേറെ കറി വേറെ ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ റൈസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ കറി ഉണ്ടാവും. ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെ എടുക്കുവാണ്. തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതും നമ്മൾ വിറകടുപ്പിലുണ്ടാക്കിയ മട്ടൻ ബിരിയാണി.